അല്ല, അതിനെ സംബന്ധിച്ച് തീരുമാനം എടുക്കേണ്ട ഇടിയാണ്. പക്ഷേ ഒരു കാര്യം സന്തോഷമുണ്ട്, ഇന്ത്യൻ നിയമവ്യവസ്ഥയെ സ്വാഭാവികമായിട്ടും സ്വാധീനങ്ങൾ കൊണ്ടും വ്യവഹാരങ്ങൾ കൊണ്ടും താമസിപ്പിക്കാൻ കഴിയും. പക്ഷേ ഒരിക്കലും ഇന്ത്യൻ നിയമവ്യവസ്ഥയെയും വ്യവസ്ഥിതിയെയും വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നത് കൂടിയാണ് ഈ വിധി. തീർച്ചയായിട്ടും ഇനി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് അന്വേഷണവുമായി മുമ്പോട്ട് പോകാൻ യാതൊരു തടസ്സമില്ല. സുപ്രീം കോടതിയെ സമീപിക്കാൻ അവർ സമയം ചോദിച്ചിട്ട് പോലും കോടതി അനുവദിച്ചില്ല എന്നുള്ളതാണ് എനിക്കിപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ നടപടി, തെളിവുകൾ പ്രത്യേകിച്ച് ശേഖരിക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ തോന്നുന്നില്ല. കാരണം വീണ SFIO എൻക്വയറിയിൽ തന്നെ വീണ പ്രതിയായിട്ടുള്ള, അതായത് സെക്ഷൻ 447 അനുസരിച്ചുള്ള ക്രൈം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം SFIO എൻക്വയറി തന്നെ വ്യക്തമാണ്. അതിലുള്ള ഡോക്യുമെൻറ്റ്സ് തന്നെ അവിടെ വ്യക്തമാണ്. അതുകൊണ്ട് പിന്നെ കൂടുതലായ വലിയ അന്വേഷണങ്ങളിലേക്ക് പോകേണ്ട കാര്യം, പിന്നെ കൂടുതൽ അന്വേഷിക്കണമെങ്കിൽ ചോദ്യം ചെയ്യാം, അറസ്റ്റിലേക്ക് പോകാം. ഇത്തരം കാര്യങ്ങളൊക്കെ ED ആണ് തീരുമാനം എടുക്കേണ്ടത്. എങ്ങനെയാണെങ്കിലും ഈ കോടതി വിധിയിൽ വലിയ സന്തോഷം രേഖപ്പെടുത്തുന്നു. നീതി നടപ്പിലായി എന്ന് വിശ്വസിക്കുന്നു. അല്ലല്ല, ഇത് രണ്ട് കേസാണ്. ശരിക്കും കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിൻ്റെ കമ്പനി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 447 അനുസരിച്ചുള്ള ക്രൈം വീണ ചെയ്തിട്ടുണ്ടെന്നുള്ളതായിരുന്നു എൻ്റെ കേസ്. കുഴൽനാട് കൊടുത്തത് മറ്റൊരു കേസാണ്. അത് വിജിലൻസ് എൻക്വയറി ആയിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ലാൻഡ് ഡീലുമായി ബന്ധപ്പെട്ടും ഇവിടെ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഡയറക്റ്റായിട്ട് നോക്കി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സർക്കാർ നേരിട്ട് ഒപ്പിട്ടൊരു കാര്യമല്ലല്ലോ. അപ്പോൾ വിജിലൻസിൻ്റെ എൻക്വയറിക്ക് പരിമിതികളുണ്ടായിരുന്നു. പക്ഷേ കമ്പനി കാര്യം, ഇതിൻ്റെ സ്റ്റോറി എങ്ങനെയാണ് പോകുന്നത്? ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ ഇൻകം ടാക്സ് എൻഫോഴ്സ്മെൻറ്റ് നടത്തിയ റെയ്ഡിൽ ഒരു തിരിമറി കണ്ടെത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫൈൻ അടിക്കുന്നു. അതിൽ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുമ്പിൽ വന്നപ്പോൾ ആ കുറ്റം അവർ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് അവിടെ ആ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൽ അത് ഫയൽ ചെയ്യും, അത് തീർക്കുന്നു. ആ തീർപ്പാക്കുന്ന രേഖ കേരളത്തിലെ ഒരു പ്രമുഖ പത്രത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ ഇതിനകത്ത് പണം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പുറത്തു വരും. ആ സാഹചര്യത്തിൽ അവിടെ ഒരു കമ്പനിക്കാരി, അവിടെ സ്വാഭാവികമായിട്ട് ഇൻകം ടാക്സിൽ അത്തരത്തിൽ സെറ്റിൽമെൻറ്റ് ബോർഡ് ഒരു കാര്യം വിഷയം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. പക്ഷേ ആ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സിവിൽ ഇമ്മ്യൂണിറ്റി മാത്രമാണ്. പക്ഷെ അവിടെ നടന്നിട്ടുള്ള ഒരു ക്രിമിനൽ കുറ്റത്തിന് ഇമ്മ്യൂണിറ്റി ഇല്ല. അവിടെ ഒരു ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് കൂടി പങ്കാളിത്തമുള്ള, സംസ്ഥാന സർക്കാരിന് ഓഹരി വിഹിതമുള്ള ഒരു സ്ഥാപനത്തിന് 2.86 കോടി രൂപ മുഖ്യമന്ത്രിയുടെ മകൾ തിരിമറി നടത്തി. അതാണ് ഇവിടുത്തെ കേസ്. അതിപ്പോഴും ഇത് എന്താണ് പിണറായി വിജയൻ ചെയ്ത തെറ്റെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഈ പണം പിണറായി വിജയന് വേണ്ടിയല്ലാതെ പിന്നെ ആർക്ക്, വീണ വിജയന് ചുമ്മാ കണ്ട പൈസ കൊടുക്കേണ്ട കാര്യം എന്താണ് കമ്പനിക്കുള്ളത്? അതാണ് ഇവിടുത്തെ കേസ്. അപ്പം അതിൽ 2.86 കോടി രൂപ കൈപ്പറ്റിയിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ മകളാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയമപ്രകാരം അല്ലെങ്കിൽ അവരുടെ ഇൻറ്റേർണലായിട്ടുള്ള നിയമപ്രകാരം പോലും സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ അവരുടെ മന്ത്രിമാരുടെ മക്കളോ മന്ത്രിമാരോ അവരുടെ ബന്ധുക്കളോ പണമിടപാടോ വ്യാപാരമോ നടത്താൻ പാടില്ലെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ലിഖിതമായ നിയമമുണ്ട്. ലിഖിതമായ നിയമം. ഇത് മാത്രമല്ല, ഇന്ത്യയിൽ ഈ കഴിഞ്ഞ ദിവസം മിനിങ്ങാന്ന മനോരമയിൽ നമ്മളൊരു സർക്കിൾ കണ്ടാണ്, മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ കേന്ദ്രമന്ത്രിമാരോ പ്രധാനമന്ത്രിയോ അവരുടെ ബന്ധുക്കളോ സർക്കാരിന് ഓഹരിബന്ധ പങ്കാളിത്തമുള്ള സ്ഥാപനങ്ങളിൽ ബിസിനസ് നടത്താൻ പാടില്ല. അതും വീണ തെറ്റിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം, GST. ഇപ്പോൾ GST അടച്ചെന്നല്ല പറയാം, മോട്ടിച്ച പണത്തിൽ GST അടിച്ചതുകൊണ്ട് കുഴപ്പമില്ലെന്ന് സഹാക്കന്മാർ പറഞ്ഞു. അവിടെ ഒരു തെറ്റുണ്ട്, അറിയോ? ഈ GST അടയ്ക്കുന്നതിന് അടച്ച GSTക്ക് വിഹിതം ഇങ്ങോട്ട് സംസ്ഥാന സർക്കാർ വാങ്ങുന്നുണ്ട് അല്ലേ? ഈ അടച്ച GSTയുടെ റേസ് ചെയ്തിട്ടുള്ള ഇൻവോയ്സ് ഫേക്ക് അല്ലേ? സേവനം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇൻവോയ്സ് വീണയുടെ കമ്പനി ഇൻവോയ്സ് റേസ് ചെയ്തേക്കുന്നത്. അത് CMRL സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. സേവനം നൽകാതെയാണ് വീണ ആ ഇൻവോയ്സ് റേസ് ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യം അന്വേഷണത്തിൽ വ്യക്തമായി. അപ്പോൾ GST ആക്ട് പ്രകാരം സംസ്ഥാന സർക്കാർക്ക് ഇപ്പോൾ നിയമപ്രകാരം വീണ അറസ്റ്റ് ചെയ്യും. കാരണം നോൺ ബെയിലബിൾ ഒഫൻസാണ്. ഒരു ഫേക്ക് ഇൻവോയ്സ്, സേവനം നൽകാതെ ഒരു ഫേക്ക് ഇൻവോയ്സ് വീണ
വീണയുടെ കമ്പനിയുമായി CMR ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ആ ഫേക്ക് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് വീണയാണ്. അപ്പം യഥാർത്ഥത്തിൽ GST തട്ടിപ്പ് കൊണ്ട് നടത്തിയിട്ടുണ്ട്. SFI എൻക്വയറിയിൽ സേവനം നൽകിയിട്ടില്ല എന്നുള്ള വ്യക്തമായ മൊഴിയും റിപ്പോർട്ടും കുറ്റപത്രമുണ്ട്. സംസ്ഥാന സർക്കാരിനും വേണമെങ്കിൽ വീണയ്ക്കെതിരെ കേസെടുക്കാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയല്ലേ, ധനകാര്യ വകുപ്പ് മന്ത്രി കൂടെയാണ്. അദ്ദേഹത്തിന് ഇനിഷ്യേറ്റ് ചെയ്താൽ ആ കേസെടുക്കാനും നോൺ ബെയിലബിൾ ഒഫൻസാണ്, വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാനും മാർഗമുണ്ട്. അതിൽ PMLA ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യം നടന്നിട്ടുണ്ട്. അതായത് മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഇപ്പം ഞാൻ വളരെ സിമ്പിളായിട്ട് PC ജോർജ് MLA ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ചീഫ് വിപ്പ് ആയിട്ടിരുന്ന സമയത്ത് ഞാൻ ഒരു സേവനം നൽകാതെ ഞാൻ പണം വാങ്ങിയത് എനിക്ക് വേണ്ടിയാണോ? അല്ലെങ്കിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് PC ജോർജിനുള്ള കൈക്കൂലിയാകില്ലേ? ഇപ്പം മുഖ്യമന്ത്രിയുടെ മകളായിരിക്കുന്ന ഒരു വ്യക്തി മുമ്പേ പറഞ്ഞ പോലെ ഒരു കാരണവശാലും സർക്കാരിന് ഓഹരി പങ്കാളിത്തമുള്ള ഒരു വ്യവസായ സ്ഥാപനമായി ഒരു കരാറിൽ ഏർപ്പെടാൻ പാടില്ല. അത് നിയമമാണ്. അത് ചെയ്തു, അത് പോട്ടെ. പക്ഷേ അതിൽ ഒരു സേവനവും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ വളരെ കൃത്യമല്ലേ അഴിമതി? ഇതിനകത്ത് എല്ലാവരും വീണ എന്ന് പറയല്ലേ. ഇത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനാണ് പ്രതി. വീണ ഇതിനകത്ത് ഒരു ഇടനിലക്കാരി മാത്രമാണ്. അല്ല, അത് അടുത്ത ഘട്ടത്തിൽ വരും. SFI അന്വേഷണം കമ്പനി കാര്യമാണ്, അതിൽ വീണ മാത്രമേ ഉള്ളൂ. PMLA ആക്ട് പ്രകാരം ആ മണി ലോണ്ടറിങ്ങിലേക്ക് അന്വേഷണം കടക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകുന്നത്. മാത്രമല്ല, അഴിമതി ഇതിനകത്ത് പുറകിൽ നിന്ന് ഈ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു അഴിമതിക്ക് വേണ്ടിയാണ്. ഒരു ഫേവറിസം അവിടെ നടന്നിട്ടുണ്ട്. ആ ഫേവറിസത്തിന് വേണ്ടിയാണല്ലോ സ്വാഭാവികമായിട്ടും ഈ പണം നൽകിയിട്ടുള്ളത്. ആ ഫേവറിസം എന്താണ്? അതിൽ എത്ര രൂപ സർക്കാരിന് നഷ്ടം വന്നിട്ടുണ്ട്? ഈ രാജ്യത്തിന് എത്ര രൂപ നഷ്ടം വന്നിട്ടുണ്ട്? അതിൽ എത്ര പേര് വീതം പറ്റി? അത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരുണ്ട്, ഏതൊക്കെ സമുദായ നേതാക്കളുണ്ട്, ഏതൊക്കെ പത്രങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പിന്നെ ഒരു കമ്പനിയിൽ നിന്നും 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെ പിരിവ് മേടിച്ചു, അതൊക്കെ വിട്ടോ, കുഴപ്പമില്ല. ഇപ്പോൾ പലരും പറഞ്ഞു ഞങ്ങൾ മേടിച്ചിട്ടുണ്ടെന്ന്. മേടിച്ചിട്ടുള്ള പാർട്ടിക്ക് വേണ്ടി മേടിച്ചാൽ തെറ്റില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ചെയ്യില്ലേ, ഏത് കമ്പനിയിൽ നിന്നും പൈസ മേടിക്കും. പക്ഷേ വ്യക്തികൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അവരിപ്പോഴേ കുറ്റം സമ്മതിച്ചു. കാരണം അവർ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷനിൽ ഫയൽ ചെയ്യണം. 20,000 രൂപയിൽ കൂടുതൽ പണം കൈപ്പറ്റിയിട്ടുള്ള ആരാണെങ്കിലും അവർ ഇലക്ഷൻ കമ്മീഷനിൽ കൃത്യമായ ഇത് ഫയൽ ചെയ്യണം, കണക്ക് ഫയൽ ചെയ്യണം. ഇല്ലെങ്കിൽ അവർ ചെയ്തതും തെറ്റാണ്. അല്ല, ED എൻക്വയറിയുടെ ബേസ് എന്ന് പറയുന്ന SFI എൻക്വയറി റിപ്പോർട്ടാണ്. SFI എൻക്വയറി റിപ്പോർട്ടിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ, അവരുടെ സാമ്പത്തിക ഇടപാടുകളാണ് സ്വാഭാവികമായിട്ട് ED അന്വേഷിക്കുന്നത്, അല്ലേ? അപ്പോൾ അവരുമായിട്ട് ഇടപാടുകൾ നടത്തിയിട്ടുള്ള ആരൊക്കെയാണ്, അവരിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുള്ള ആളൊക്കെയാണ്, ഇതിനകത്തുള്ള പ്രതികൾ പണം കൈപ്പറ്റിട്ടുള്ളത്. അതിനകത്ത് ഈ പറയുന്ന ആളുകൾ വരുമെങ്കിൽ സ്വാഭാവികമായിട്ടും അവരിലേക്ക് അന്വേഷണം പോകാം. നേരെ മറിച്ച് SFI റിപ്പോർട്ടിലൊരു ഡയറി ഉണ്ട്. അതിനകത്ത് 3460 എൻട്രീസ് ഉണ്ട്, പണം വാങ്ങിയവരുടെ മാത്രം. അതിൻ്റെ കോപ്പി ഞാൻ ആവശ്യപ്പെട്ട് ഒരു അപേക്ഷ വെച്ചു. ആ അപേക്ഷ അനുവദിച്ചു. എനിക്ക് 10:30 മണിക്ക് എനിക്ക് അപേക്ഷ അനുവദിച്ചു. ഉച്ചയ്ക്ക് 1 മണിയായപ്പോൾ 2 മണിക്ക് അത് ഹൈക്കോടതി സ്റ്റേ മേടിച്ചു. CMR തന്നെ ഓടിപ്പോയി സ്റ്റേ മേടിച്ചാണ്. എൻ്റെ കയ്യിൽ അത് കിട്ടിയാൽ അത് പുറത്ത് വരും എന്നുള്ളതാണ്ടാകാം. പക്ഷേ അത് എനിക്ക് അനുവദിച്ച് കിട്ടുമെന്ന് എൻ്റെ വിശ്വാസം. ആ ഡയറി പുറത്ത് വരുമ്പോൾ ഒത്തിരി പേരുടെ മുഖങ്ങൾ നമുക്കറിയാം, ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിയുണ്ട്. എന്താണെങ്കിലും എൻ്റെ കിട്ടിയാൽ അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തരും. അല്ല, അതിനകത്ത് എല്ലാ പേരുകളും ഉണ്ടല്ലോ. ആ PV ഞാനല്ലെന്ന് അദ്ദേഹം, ആ PV ഉണ്ട്, RC ഉണ്ട്, KK ഉണ്ട്, IK ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഫുൾ ഫോം ഉണ്ടെന്ന്. ആ ഡയറിയുടെ അൺഒഫീഷ്യൽ കോപ്പി എൻ്റെ കിട്ടിയിട്ടുണ്ട്. അൺഒഫീഷ്യൽ കോപ്പി അവിടുന്ന് ചോർന്നതാണ്. അതൊരു മാധ്യമത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഈ PV IV എന്നല്ല, മുഴുവൻ പേരും നല്ല വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ തരാൻ കഴിയുന്ന സാഹചര്യമല്ലല്ലോ, നിങ്ങൾ കണ്ടിട്ട് വേണത്. അപ്പോൾ അത് ആധികാരികമല്ലാതെ ഞാനത് പുറത്തു വിട്ടാൽ അത് എനിക്കെതിരെ ഒരു ആയുധമായി മാറും. അതുകൊണ്ട്